കാൽപന്ത് ലോകത്ത് ബ്രസീലുകാർ എന്നും അങ്ങനെയാണ്. ആദ്യകാലങ്ങളിൽ കുന്നോളം പ്രതീക്ഷകൾ നൽകി ആസ്വാദനത്തിന്റെ പരകോടിയിലേക്ക് നമ്മെ കൊണ്ടുപോകാനും എന്നാലൊടുക്കം എല്ലാം ഉപേക്ഷിച്ച് പൊടുന്നനെ അങ്ങ് അപ്രത്യക്ഷമായി തീരാനും അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. റൊണാൾഡോ നസാരിയോ, റൊണാൾഡീനിയോ, കക്ക, എഡ്രിയാനോ, ഫിലിപ്പെ കുട്ടീനിയോ എന്നിങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഈ വാക്കുകളോട് എല്ലാ അർത്ഥത്തിലും ചേർത്ത് വായിക്കാവുന്ന ഒരു പേരാണ് ഓസ്കാർ ഡോസ് സാന്റോസ്. തന്റെ കളിശൈലി കൊണ്ടും രൂപസാദൃശ്യം കൊണ്ടും കക്കയുമായി വളരെയധികം സാമ്യത തോന്നിച്ചിരുന്ന അയാളെ മറ്റൊരു കക്ക എന്നായിരുന്നു ഒരു കാലത്ത് ലോകം വിശേഷിപ്പിച്ചിരുന്നത്. ചെൽസിയുടെ കുപ്പായത്തിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന കാലത്താണ് ചെൽസിയിലേക്ക് അന്റോണിയോ കോണ്ടെ എന്ന പുതിയ പരിശീലകൻ കടന്നു വരുന്നത്. അതോടെ ചെൽസിയിൽ അയാളുടെ സ്ഥാനം പതിയെ സൈഡ് ബെഞ്ചിലായി മാറി. ഒടുവിൽ അയാൾ ചെൽസി വിടാൻ തീരുമാനിച്ചതോടെ പല യൂറോപ്യൻ വമ്പന്മാരും അയാൾക്ക് വേണ്ടി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ 25-ാം വയസ്സിൽ തന്നെ യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞുകൊണ്ട് അയാൾ ചൈനീസ് സൂപ്പർ ലീഗിലേക്ക് കൂടുമാറുന്നുണ്ട്. അതോടെ ഓസ്കാർ എന്ന നാമം പലരും മറന്നു തുടങ്ങി.